യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നാം കേൾക്കുകയാണ്. സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും മുന്നോട്ട് പോവുക. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമൃദ്ധമായിട്ട്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാണ്? ആ വിഷയത്തിന് വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏത് കാര്യത്തിലാണ് വല്ലാതെ കഷ്ടതയും ദുഃഖവും വേദനയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നത്? ആ കാര്യത്തിന് വേണ്ടി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ നല്ല ഭാവിക്കായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ ഒരനുഗ്രഹത്തിൽ കാണാൻ കൊതിക്കുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ മകൾ ഇങ്ങനെയായി പോയല്ലോ എന്നോർത്ത് കരയുന്നവരും സങ്കടപ്പെടുന്നവരും ഭാരപ്പെടുന്നവരുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാണ്. നമ്മുടെ പ്രാർത്ഥന വെറുതെ ആവില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കിട്ടാതിരിക്കില്ല. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വചനം വായിക്കുന്നത്, നിങ്ങളോട് സംസാരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 38 മുതലുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. വളരെ സുപരിചിതമാണ്, വായിച്ച് കേട്ടിട്ടുള്ളതാണ്. യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ലാസർ എന്ന വ്യക്തി മരിച്ച് അടക്കി ഇപ്പം 4 ദിവസമായി. ആ സഹോദരി പറഞ്ഞത് സത്യമാണ്. കല്ലെടുത്ത് മാറ്റിയാൽ ചീയാൻ തുടങ്ങിക്കാണും. ചീഞ്ഞതിൻ്റെ ദുർഗന്ധമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലാസർ മരിച്ചു. ആ കുഴിയിൽ, ആ ഗുഹയിലുണ്ട്. 4 ദിവസമായി. ചീയാൻ തുടങ്ങിക്കാണും. ഭയങ്കര ദുർഗന്ധം കാണും. പക്ഷെ അവിടെ നിന്ന് യേശു പ്രാർത്ഥിച്ചു. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ വെളിപ്പെട്ടത് ദൈവശബ്ദമാണ്. ദൈവശബ്ദം അവിടെ കേട്ടപ്പോൾ, ദൈവശബ്ദം അവിടെ മുഴങ്ങിയപ്പോൾ, ആ ഗുഹയ്ക്കകത്ത്, ആ കല്ലറയ്ക്കകത്തുണ്ടായിരുന്ന ചീഞ്ഞ അവസ്ഥയെ മാറാൻ ഇടയായി. ദൈവശബ്ദം അവിടെ മുഴങ്ങിയപ്പം, ദൈവസാന്നിധ്യം അവിടെ വെളിപ്പെട്ടപ്പം, അവിടെയുള്ള ചീഞ്ഞ ദുർഗന്ധമുള്ള അവസ്ഥ മാറാനിടയായി. സഹോദരി പറഞ്ഞു, ഇവിടെ ഇത് കല്ലൊന്നും എടുത്ത് മാറ്റണ്ട, ചീഞ്ഞു കാണും, ദുർഗന്ധമായിരിക്കും, ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല. ആ സങ്കടം പറഞ്ഞത് സത്യമാണ്. അപ്പോൾ യേശു പറഞ്ഞു, ആ ശരിയായിരിക്കും, ദുർഗന്ധമായിരിക്കും, എന്നാ വേണ്ടല്ലേ എന്നല്ല, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായ കൈവിട്ടുപോയ കാര്യങ്ങൾ, ചീഞ്ഞ കാര്യങ്ങൾ, ദുർഗന്ധമുള്ള കാര്യങ്ങൾ, ഇനി എന്തു ചെയ്യും, ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും, ഞാനെങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന കാര്യമില്ലേ? ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ അവസ്ഥയ്ക്ക് മാറ്റം വരും. ചീഞ്ഞ അവസ്ഥകൾക്ക് മാറും, ദുർഗന്ധം മാറും. ദൈവസാന്നിധ്യം വെളിപ്പെട്ടപ്പോഴാണ്. അടുത്തത് 41-ാമത്തെ വാക്യം. അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾ ഉയർത്തി പറഞ്ഞു, പിതാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു.
എൻ്റെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം അറിയേണ്ടതിനാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് യേശു ഉച്ചത്തിൽ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ സഹോദരി പറഞ്ഞു, 4 ദിവസമായി, ചീഞ്ഞു തുടങ്ങിക്കാണും, ദുർഗന്ധമായിരിക്കും, കല്ല് മാറ്റണ്ട. സാഹചര്യം അനുകൂലമല്ല, പ്രതികൂലമാണ്. പക്ഷെ അവിടെ നിന്ന് യേശു പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ശബ്ദം ആ കല്ലറയുടെ അവിടെ മുഴങ്ങി. ഇതെല്ലാം ഏതിലേക്കാണ് നയിച്ചത്? ഒരു വലിയ ഉയർത്തെഴുന്നേൽക്കലിലേക്കാണ് നയിച്ചത്. ചീഞ്ഞ അവസ്ഥ മാറി, ദുർഗന്ധം മാറി. അവിടെ മഹത്വത്തിൻ്റെ, ഉയർപ്പിൻ്റെ മഹത്വമാണ് വെളിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്നെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം? ഇന്നെങ്ങനെയാണ് നിങ്ങളുടെ ഭവനം? എന്തിനെ ഓർത്തെങ്കിലും വളരെ വിഷമിച്ചും സങ്കടപ്പെട്ടും നാണം കെട്ടും അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? ദൈവശബ്ദം മുഴങ്ങുമ്പോൾ, അവിടെ പ്രാർത്ഥന വരുമ്പോൾ അവസ്ഥയ്ക്ക്, അവിടെ അപ്പുറത്തുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പുറത്തുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരും. പ്രാർത്ഥിച്ചത് കല്ലറയ്ക്ക് വെളിയിൽ നിന്ന, പറഞ്ഞത് ആ കല്ലറയ്ക്ക് വെളിയിൽ നിന്ന, ഗുഹയ്ക്കകത്തുള്ള ലാസറിൻ്റെ മരിച്ച ശരീരത്തിൻ്റെ അകത്ത് മാറ്റം വന്നു. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യും. ദൈവശബ്ദം ദുർഗന്ധത്തെ മാറ്റും. ദൈവശബ്ദം അവസ്ഥയെ മാറ്റും. തുടരെ തുടരെ രോഗം, തുടരെ തുടരെ പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. എന്താ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ? എന്താ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ? വല്ല ദോഷമാണോ, ശാപമാണോ? ഇനി എന്താ ചെയ്യേണ്ടത്? ആരെയാ കൊണ്ടുവരേണ്ടത്? നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്ക്. ദൈവ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തണം. ദൈവ സാന്നിധ്യം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ, കർത്താവേ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകണമേ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് ചീഞ്ഞ അവസ്ഥ മാറും, ദുർഗന്ധം മാറും, ദൈവമഹത്വം വെളിപ്പെടും. ദൈവ സാന്നിധ്യം വരുമ്പോൾ ദൈവമഹത്വം വെളിപ്പെടും. ലാസർ പുറത്തു വന്നത് ചീഞ്ഞ ദുർഗന്ധമുള്ളവനായിട്ടോ, ചീഞ്ഞ ശരീരമുള്ളവനായിട്ടോ, കണ്ടാൽ ഭയപ്പെടുന്നൊരു മുഖവും കണ്ടാൽ പേടിക്കുന്ന ഒരു ശരീരമായിട്ടൊന്നുമല്ല. നല്ല ഒരു കുഴപ്പമില്ലാതെയാണ്. ദൈവാനുഗ്രഹത്തിന്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, പ്രാർത്ഥനയ്ക്ക് നിന്നെ ഏറ്റവും ഐശ്വര്യത്തോടെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇന്നുള്ള ചീഞ്ഞ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവശബ്ദത്തിന് പറ്റും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മളും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്നത് ദൈവവചനത്തിലൂടെ ദൈവശബ്ദമാണ്. ഞാനൊരു നിമിത്തമാണെന്ന് മാത്രം, ഞാനൊരു ഉപകരണമായി നിലകൊള്ളുന്നു എന്ന് മാത്രം. എൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും ദൈവവചനത്തിൻ്റെ ശബ്ദമാണ് നിങ്ങളിലെത്തുന്നത്. നമുക്ക് നന്ദി പറയാം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാവും, ഒത്തിരി വിടുതലിന് കാരണമാവും. ഇന്ന് പ്രാർത്ഥനയോടെ യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ദൈവശബ്ദം വെളിപ്പെടട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഒരു കുറവും വരില്ല. ഞങ്ങൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാണ്. കർത്താവ്, ഞങ്ങളുടെ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ നിന്ന് ചീഞ്ഞ അവസ്ഥ, ദുർഗന്ധമുള്ള അവസ്ഥ, സങ്കടമുള്ള സാഹചര്യം, നിരാശ, ആത്മഹത്യാ പ്രവണത, ഡിപ്രഷൻ എല്ലാം മാറിപ്പോകണം. ലാസർ ആ കുഴിയിൽ നിന്ന് ഉയർത്തു വന്നതുപോലെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരണമേ. ഏറ്റവും ഭംഗിയായി ഞങ്ങളുടെ ജീവിതം ഒന്ന് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ ഇടയാകണമേ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും നിലനിൽക്കുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് നല്ല നിലയിലെത്തട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ. സ്വഭാവ രൂപീകരണം ഈ വചനം കേൾക്കുമ്പോൾ സംഭവിക്കട്ടെ. നല്ല ഭവനങ്ങളിൽ താമസിക്കാൻ, നല്ല വാഹനങ്ങൾ മേടിക്കാൻ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാൻ, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല സന്തോഷത്തോടെ വീടാകാൻ, നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ, നല്ല വിശ്വാസം വർദ്ധിപ്പിക്കാൻ, വചന ദൈവത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ, പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ, നല്ല സ്വഭാവം, നല്ല വ്യക്തിത്വം എല്ലാം ഉണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ഒരു നിയോഗത്തോടെ അയച്ചു കൊടുക്കുക. അതൊരു ശുശ്രൂഷയാണ്, അതൊരു അനുഗ്രഹമാണ്, അതൊരു പ്രാർത്ഥനയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ബുധനാഴ്ച 5:30 ഒരുമിച്ച് കാണണം, ഒരുമിച്ച് വരണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതൊരു അനുഗ്രഹമാണ്. നാളെ ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം
എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.